പോലീസ് പേര് കേട്ടാൽ പണ്ട് അഭിമാനം തോന്നുമായിരുന്നു. എന്നാൽ ഇന്നോ പത്തനംതിട്ടയിലെ കോടതി വരാന്തകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസും തൂക്കിപ്പിടിച്ചു നിൽക്കുന്ന പോലീസിനെ കണ്ടാൽ സഹതാപം മാത്രം. രാഷ്ട്രീയ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ നിയമം കുഴിച്ചുമൂടുന്ന ഒരു പ്രൈവറ്റ് സേനയായി കേരള പോലീസ് മാറിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടാൻ അർദ്ധരാത്രിയിൽ പ്ലാൻ വരച്ചവർ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ്. നിയമത്തിന്റെ പുസ്തകം നോക്കുന്നതിന് പകരം AKG സെന്ററിലെ തിരക്കഥ നോക്കി പത്തനംതിട്ടയിലേക്ക് വണ്ടി കയറിയ പോലീസ് പടയ്ക്ക് കോടതിയിൽ കിട്ടിയത് 8ന്റെ പണിയാണ്. മൂന്നാമത്തെ കേസിലും രാഹുലിന് ജാമ്യം ലഭിക്കുമ്പോൾ വീഴുന്നത് രാഹുലല്ല, മറിച്ച് പിണറായി വിജയന്റെ പോലീസിന്റെ വിശ്വാസ്യതയാണ്. അവസാന നിമിഷം ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത പറഞ്ഞ കോടതിയെ ഒന്ന് വിരട്ടാൻ നോക്കിയ പ്രോസിക്യൂഷൻ ശരിക്കും വെള്ളം കുടിച്ചു. കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ പോലീസുകാർ വിയർത്തു. സംശയങ്ങൾ ഉന്നയിച്ചതല്ലാതെ രാഹുലിനെ കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരാണിയെ പോലും കോടതിക്ക് മുന്നിലെത്തിക്കാൻ ഈ മിടുക്കൻ സേനയ്ക്ക് കഴിഞ്ഞില്ല. എല്ലാത്തിനും നമ്പർ 1 കേരളം എന്ന വായിട്ടലയ്ക്കുമ്പോഴും ആഭ്യന്തരവും സുരക്ഷയും ഇവിടെ കിടക്കുന്നുവെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം മിസ്റ്റർ പിണറായി. ഇടിമുറകളിൽ നിരപരാധികളെ എത്തിച്ചും കള്ളക്കേസിൽ കുടുക്കി ഒരു 100 ബിന്ദുമാരെ നരകയാതന അനുഭവിപ്പിച്ചും നിങ്ങൾ ചിരിക്കുന്ന കൊലച്ചിരി ആരെ ബോധ്യപ്പെടുത്താനാണ്? ആദ്യത്തെ കേസ് വന്നതിന് പിന്നാലെ രാജ്യം മുഴുവാക്കാൻ ഒരു MLA-ക്കായി വല വിരിച്ചിട്ടും അയാളെ പിടികൂടാതെ പോലീസ് കളിച്ച നാടകം മാത്രം മതി സേന ഇന്ന് എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ. ഒരു ബലാത്സംഗ കേസ് അന്വേഷിക്കാൻ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പോലും മറന്നുപോയത്രേ നമ്മുടെ പോലീസിന്. ഇരയുടെ മൊഴി വീഡിയോ കോൾ കോൺഫറൻസിലൂടെ എടുത്തു. പക്ഷേ നിയമം പറയുന്നത് പോലെ 3 ദിവസത്തിനുള്ളിൽ അതിൽ ഒപ്പിട്ട് വെച്ചില്ല. വൈദ്യ പരിശോധനയുടെ കാര്യത്തിലും ഇതേ അലംഭാവം. ഇത് അമിത ആത്മവിശ്വാസമോ അതോ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാനുള്ള വെപ്രാളമാണോ? മാങ്കൂട്ടത്തെ ഒന്ന് പൂട്ടി നാണക്കേടിന് തലയിടണം, അത്ര മാത്രമേ പോലീസിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇരകൾക്ക് നീതി ലഭിച്ചോ എന്നും നീതി നേടിക്കൊടുക്കാൻ ഈ സർക്കാർ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പോലീസ് സ്റ്റേഷനിൽ ലഭിക്കേണ്ട പരാതി നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. അവിടെ നിന്ന് ചരട് വലിക്കുന്നു. പ്രതിക്ക് നോട്ടീസ് പോലും നൽകാതെ അർദ്ധരാത്രിയിൽ ഒരു കൊടും ക്രിമിനലിനെ പിടിക്കാൻ പോകുന്ന ലാഘവത്തോടെയുള്ള അറസ്റ്റ് നാടകം. അടുത്ത 10 വർഷം കഴിഞ്ഞാലും ഈ നടപടിയെ ന്യായീകരിക്കാൻ കേരള പോലീസിന് കഴിയില്ല. രാഹുലിനെ കുടുക്കി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്ന CPM വ്യാമോഹത്തിന് ഇപ്പോൾ ഏറ്റത് കനത്ത തിരിച്ചടിയാണ്. 2024 ഏപ്രിൽ മുതലുള്ള തെളിവുകൾ ഇര സ്വയം സൂക്ഷിക്കുന്നു എന്ന പോലീസിന്റെ വാദം കേട്ട കോടതി പോലും അമ്പരന്നിട്ടുണ്ടാകും. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടുന്നതിന് മുമ്പ് വക്കീലിനെ കാണണമെന്ന് പറഞ്ഞ പ്രതിയുടെ അവകാശത്തെ പോലും ഗസറ്റഡ് ഓഫീസറെ ഇറക്കി അടിച്ചമർത്താൻ നോക്കിയ പോലീസിന്റെ അമിതാവേശം ഇന്ന് കേരളത്തിന് മുന്നിൽ ചിരിവിരുന്നാവുകയാണ്. ഹൈക്കോടതിയിൽ പഴയ പല്ലവി ആവർത്തിക്കാൻ പോലീസ് തയ്യാറെടുക്കുമ്പോൾ ഒന്നോർത്താൽ നല്ലതാണ്. നിയമം നടപ്പിലാക്കേണ്ടത് നീതിപൂർവമായിരിക്കണം, അല്ലാതെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാനാകരുത്. ആഭ്യന്തര വകുപ്പ് കുത്തെഴുന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി പത്തനംതിട്ടയിലെ ഈ തോൽവി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിക്ക് കീഴിൽ കേരള പോലീസ് ഇന്ന് വെറും പാവക്കൂത്തായി മാറിയിരിക്കുകയാണ്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെന്നാരോപിച്ച തമീർ ജെഫ്രിയെ പിടികൂടി കസ്റ്റഡിയിൽ കൊന്നു തള്ളിയ താനൂർ പോലീസിന്റെ ക്രൂരത നാം മറന്നിട്ടില്ല. ക്രമസമാധാനം പാലിക്കേണ്ടവർ തന്നെ കൊലയാളികളാകുമ്പോൾ അതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് നമുക്കുള്ളത്. സാധാരണക്കാരന് സ്റ്റേഷനിൽ കയറാൻ പേടിയാണെങ്കിൽ വിയൂർ ജയിലിൽ ഇരിക്കുന്ന കൊടും കുറ്റവാളികൾക്ക് അവിടെ സ്വർഗമാണ്. ജയിലിനുള്ളിലിരുന്ന ഫോൺ വിളിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും കൊട്ടേഷൻ ആസൂത്രണം ചെയ്യുന്നതും പോലീസിന്റെ മൂക്കിന് താഴെയാണ്. ക്രിമിനലുകൾക്ക് VIP പരിഗണന നൽകുന്ന പോലീസ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പിടിക്കാൻ മാത്രം പാതിരാത്രിയിൽ ഉറക്കമൊഴിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തലിന് ലഭിച്ച ഈ ജാമ്യം കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നാണ്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം കുത്തെഴിഞ്ഞു പോയി എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ വേണ്ട. രാഷ്ട്രീയ യജമാനന്മാരുടെ ചെരുപ്പ് നക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ എന്ന് മാറുമ്പോൾ തകരുന്നത് സാധാരണക്കാരന് പോലീസിലുണ്ടായിരുന്ന അവസാന തരി വിശ്വാസം കൂടിയാണ്.